അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേർ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സുള്ള ജീവിതം നീ നൽകു റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സന്തോഷവുമുള്ള ജീവിതം നീ നൽകു റബ്ബേ. നമുക്കൊക്കെയും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമലിനെ കുറിച്ചാണ്. അതായത് ഒരു ചെറിയ ദിക്റാണ്. ഈ ദിക്റ് ചൊല്ലിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റാണ് ഈ ദിക്റ്. അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും പറയേണ്ടതും പഠിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ദുആകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ തുടങ്ങിയ ഇസ്ലാമിക പല അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ മുസ്ലിം നിലാവ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ അഫ്ളലായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസിൽ കാണാം. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായ ഏറ്റവും അഫ്ളലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദിവസമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത്. മാത്രമല്ല, ഈ ലോകം അവസാനിക്കുന്നത്, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതും ഇനി ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാനുള്ളതും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസമെന്ന്. അപ്പോൾ ദിവസങ്ങളിലെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ്, അഫ്ളലായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട്. പക്ഷേ അത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഏത് സമയമാണെന്ന്. അപ്പോൾ മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും ദുആ അധികരിപ്പിക്കുക. ഒരാൾ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും അമൽ ചെയ്താൽ മറ്റുള്ള ദിവസങ്ങളിൽ അവന് കിട്ടുന്ന കൂലിയേക്കാൾ ഇരട്ടി കൂലി അവനക്ക് അല്ലാഹു വെള്ളിയാഴ്ച ദിവസം കൊടുക്കും അമൽ ചെയ്താൽ. പക്ഷേ അതൊന്നും പല ആളുകളും വെള്ളിയാഴ്ച ദിവസം അമൽ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറില്ല. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം മുസ്ലിമുകളുടെ വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതും രാവും പകലും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട പുണ്യ ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ നാം വെള്ളിയാഴ്ച ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇരട്ടി പ്രതിഫലം തരുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുളാഫുൽ ഹസനാത്തു യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം നന്മകളും തിന്മകളും ഇരട്ടിയാക്കപ്പെടുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു,
വെള്ളിയാഴ്ച ദിവസം പുണ്യകർമ്മം ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ നിന്നും 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം തിന്മ ചെയ്താൽ 10 ഇരട്ടി തിന്മയും അധികരിക്കും എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ പല ഉദ്ദേശങ്ങളും പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം ചൊല്ലി വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തരുന്നതാണ്. അത് രോഗം മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ രോഗം മാറിക്കിട്ടും. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ ആഗ്രഹിക്കുന്നവരുടെ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകും. പണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പണം നൽകും. നല്ല ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. കല്യാണം ശരിയാകാത്ത ആളുകൾക്ക് അള്ളാഹു അവർക്ക് പറ്റിയ ഇണകളെ കൊടുക്കും. ജീവിതത്തിൽ മനസ്സമാധാനം ആഗ്രഹിച്ചാണ് ഇത് ചൊല്ലി ദുആ ചെയ്തതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സമാധാനം ലഭിക്കും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട എന്തെല്ലാം ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമുണ്ടോ അതൊക്കെയും ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം ചൊല്ലി വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റിത്തരുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം മഗ്രിബ് വരെയുള്ള ഏത് സമയങ്ങളിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അവർക്ക് അശുദ്ധിയുള്ള സമയത്തും ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ പാപമോചനവാക്യം 1000 വട്ടം ചൊല്ലുക. ശേഷം നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നടന്നു കിട്ടേണ്ടത് അത് മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അള്ളാഹു പെട്ടെന്ന് നിറവേറ്റിത്തരുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ഇത് ഒഴിവാക്കി കളയല്ലേ. ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരുന്നതുമാണ്. ഇത്തരത്തിലുള്ള നല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.